കള്ളവോട്ടിന്റെ ചർച്ചകൾ രാജ്യത്ത് പുരോഗമിക്കുമ്പോൾ ശ്രീകണ്ഠപുരം ഏരുവേശിയിൽ 12 വർഷത്തിലധികമായി ജോസഫ് കൊട്ടുകപ്പള്ളി കള്ളവോട്ടിനെതിരെ തന്റെ നിയമപോരാട്ടം തുടങ്ങിയിട്ട്. എന്നാൽ കൃത്യമായ മറുപടി ഇതേവരെ ഇദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നതാണ് ഈ പരാതിക്കാരന്റെ ആക്ഷേപം. എന്നാലും മരണം വരെ നിയമപോരാട്ടം തുടരുമെന്നാണ് ജോസഫ് കൊട്ടുകപ്പള്ളി പറയുന്നത്. ഇതാണ് 57 കള്ളവോട്ട് നടന്നതെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഓരോ വോട്ട് മാത്രം ചെയ്തിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത്. 58 വോട്ടാണ് ഞാൻ കൊടുത്തത്. അതിൽ ഈ ഒരു ആളിന്റെ മാത്രം റോഷ്നി ജോസിന്റെ. 12 വർഷത്തോളമായി ജോസഫ് കൊട്ടുകപ്പള്ളി കള്ളവോട്ടിനെതിരെയുള്ള നിയമപോരാട്ടം തുടങ്ങിയിട്ട് കേരള ഹൈക്കോടതിയിലാണ് നിയമപോരാട്ടം. 2014 ഏപ്രിൽ 10 ഏരുവേശി KNM AUP സ്കൂളിലെ 109 നമ്പർ ബൂത്തിലായിരുന്നു കള്ളവോട്ടുകൾ നടന്നു എന്ന ജോസഫ് കൊട്ടുകപ്പള്ളിയുടെ പരാതി. അന്ന് പാർലമെന്റിലേക്ക് PK ശ്രീമതി ടീച്ചറും K സുധാകരനുമായിരുന്നു മത്സര രംഗത്ത്. നാട്ടിലില്ലാത്ത സൈനികരുടേത് അടക്കം വിദേശത്തുള്ള 27 പേരുടെ 57 കള്ളവോട്ടുകൾ ഈ ബൂത്തിൽ രേഖപ്പെടുത്തി എന്നതായിരുന്നു അന്നത്തെ ഏരുവേശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ജോസഫ് കൊട്ടുകപ്പള്ളിയുടെ നിയമപരമായ പരാതി. പരാതിയിൽ കുടിയാൻമല പോലീസ് FIR-ഉം രജിസ്റ്റർ ചെയ്തു. അതിൽ ഒരാളുടെ വോട്ട് കൃത്യമാണെന്ന് കണ്ടെത്തി. അങ്ങനെ ബാക്കി വന്ന 56 പേര് കേസിൽ പ്രതികളായി. വിദേശത്തുണ്ടായിരുന്നവരുടെ എംബസി വഴിയുള്ള രേഖകൾ വഴിയും വോട്ട് ചെയ്തതായി രേഖകളിലുള്ള 3 സൈനികർ തിരഞ്ഞെടുപ്പ് ദിവസം വിദൂര സംസ്ഥാനങ്ങളിൽ ഡ്യൂട്ടിയിലായിരുന്നു എന്നും പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി തെളിഞ്ഞിരുന്നു. 2014 ഏപ്രിൽ 10 നടന്ന ഇലക്ഷനിൽ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുമെന്നൊരു ബോധ്യം നമുക്ക് ഉള്ളതുകൊണ്ട് ഏരുവേശി AUP സ്കൂളിൽ 109 നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ പ്രവർത്തകരെ വളരെ സജ്ജമാക്കി നിർത്തി. ആളോറ ശശി എന്ന് പറഞ്ഞ ആൾ ബൂത്ത് ഏജൻ്റാണ് ഈ വിവരങ്ങൾ നമ്മളെ അറിയിക്കുന്നതും ഫോണിലൂടെ മെസ്സേജ് അയച്ചതും. ഞാൻ എന്നിട്ട് അന്ന് തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി കുടിയാമല സ്റ്റേഷനിൽ ചെന്നു. ചെന്നിട്ട് കുടിയാമല സ്റ്റേഷനിൽ പോലീസുകാരെ കേസ് മേടിച്ച കടലാസിൻ്റെ വില പോലും എനിക്ക് തന്നില്ല. അത് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ കേസുമായിട്ട് കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം 22/4/2014 FIR ഇട്ട് 163/2014 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ട് ഒരു നല്ല രീതിയിലുള്ള ക്ലിയർത എനിക്ക് കിട്ടിയില്ല. കള്ളവോട്ട് 200ഓളം കള്ളവോട്ട് നടന്നതിൽ എനിക്ക് രേഖയായിട്ട് കിട്ടിയത് 58 പേരുടെയാണ്. 58 പേരിൽ ഒരാളുടെ വോട്ട് ചെയ്തില്ല എന്ന് കോടതി കണ്ടെത്തി. 57 പേരുടെയും ആൾമാറാട്ടം നടത്തി കള്ളവോട്ട് ചെയ്തു എന്ന് തലപ്പറമ്പ് വർഷകാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിട്ടും അതിൻ്റെ ആരാണ് കള്ളവോട്ട് ചെയ്തത് എന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്നാണ് പോലീസ് പറയുന്നത്. കള്ളവോട്ട് നടന്നു എന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തിട്ട് യാതൊരുവിധ ഒരു മര്യാദയും പോലീസിന്റെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നോ ഒരിടത്തുനിന്നും എനിക്ക് നീതി കിട്ടുന്നില്ല. കണ്ണൂർ SP മുഖാന്തരം നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്നത്തെ കുടിയാൻമല SI MN ബിനോയ് ആണ് കേസ് അന്വേഷിച്ചത്. ജോസഫ് കൊട്ടുകപ്പള്ളി കള്ളവോട്ടിനെതിരെയുള്ള നിയമപോരാട്ടം തുടരുകയാണ്. കോടതികളിൽ ഭീമമായ തുക ചിലവായി. എല്ലാം സ്വന്തമായി കണ്ടെത്തിയാണ് കൊട്ടുകപ്പള്ളിയുടെ നിയമ പോരാട്ടം. 12 വർഷത്തിലേക്ക് പക്ഷെ ഒരു കാര്യത്തിൽ ഇതിനകത്ത് ഞാൻ വിട്ടുവീഴ്ചയുടെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എന്നെ ഒരു കൊന്നുകളഞ്ഞാലും ശരി, എന്നെ ആയുസുണ്ടെങ്കിൽ ഞാനിത് കേസ് നടത്തി മുന്നോട്ട് പോകും. ഈ സത്യം കണ്ടെത്തും. കള്ളവോട്ട് നടന്നു എന്നുള്ള വിധി കോടതി പറയുന്നത് വരെ ഒരു കാരണവശാലും. അതിപ്പോൾ ഇതിൻ്റെ ഫയലുകൾ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. അതിൻ്റെ ഓരോ പത്രക്കട്ടിങ്ങും അതുപോലെ ഓരോ കോടതി വിധിയും. ഇത് ഹൈക്കോടതിൻ്റെ വിധിയാണ്. ഇതെല്ലാ കേസുകളും നടത്തിക്കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ. ഹൈക്കോടതിയിലൊക്കെ കാളീശ്വര രാജാണ് നമുക്ക് വേണ്ടിയിട്ട് ഹാജരായത്. അങ്ങേർക്ക് ഹാജരാണെങ്കിൽ എത്രമാത്രം സാമ്പത്തികം അത് മുടക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അന്ന് കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റ് നൽകിയ തുടങ്ങി വെച്ചു. ഇതിൻ്റെ അന്ത്യം കാണുന്നതുവരെ പോരാട്ടം. അല്ലാതെ എനിക്കെന്ത് വഴി? ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളോടൊക്കെ എനിക്ക് എല്ലാവരോടും ഒരു അപേക്ഷയുള്ളത്, ഈ കള്ളവോട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ, കള്ളവോട്ട് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യ രാജ്യം അരാജകത്വത്തിലേക്ക്. എന്നാൽ ഇതേവരെയും കുറ്റക്കാർക്ക് എതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല.
കുറ്റമറ്റ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ ഇറക്കണം, അല്ലാതെയുള്ള എല്ലാ ക്രമക്കേടുകൾക്കും ഇലക്ഷൻ കമ്മീഷനാണ് ഉത്തരവാദിയെന്നും കൊട്ടുകാപ്പള്ളി ജോസഫ് പറയുന്നു. കോടതിയുടെ മുൻപിലുള്ള ഈ കേസ് വിധി പറയാതെ റിട്ടേണിംഗ് ഓഫീസറെ ഒഴിവാക്കി ഇലക്ഷൻ കമ്മീഷനാണ് ഉത്തരവാദിത്തം എന്നും നിങ്ങൾ കേസിൻ്റെ വിചാരണ നേരിടണം എന്നാണ് ഇപ്പോൾ മറുപടി. ഇനി തുടർന്നുള്ള വിധിക്കായിട്ടാണ് 12 വർഷത്തിന് ശേഷവും കൊട്ടുകപ്പള്ളി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ നീണ്ട കാത്തിരിപ്പ്. കോൺഗ്രസ് ഏരുവേശി മണ്ഡലം പ്രസിഡന്റായും ബാങ്ക് പ്രസിഡന്റായും ഡയറക്ടറായും ഇപ്പോൾ കോൺഗ്രസ് കോർ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹം. അവിടെയാണ് 4 വോട്ടിന് ഏരുവേശിയിൽ തൊട്ടി മധു ജയിച്ചത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തൊട്ടി മധു 4 വോട്ടിന് കള്ളവോട്ടുണ്ടെങ്കിൽ 400 വോട്ട് ഭൂരിപക്ഷം അവർക്കായിരിക്കും. കാരണം അവിടെ അടിയാണ്. നേരം വെളുത്ത ഒരു 8:30-9 മണിയാകുമ്പം അടി തുടങ്ങും, തട്ടിയിട്ട് തുടങ്ങും. പിന്നെ അത് അടിയേലിട്ടെത്തുന്നത് അതൊന്നും എന്താ പറയുക, നിങ്ങൾക്ക് അത് കണ്ടാലേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഏരുവേശിയിൽ ഇതാണെന്ന് ഒരിക്കൽ, അതായത് 10,000 വോട്ട് പാർലമെന്റ് ഇലക്ഷൻ പോൾ ചെയ്തെടുത്ത് 6,000 ചില്ലറ വോട്ട് കോൺഗ്രസിനും 900 വോട്ട് BJPക്കും 3,000 വോട്ട് CPM കിട്ടിയത്. ആ സ്ഥലത്താണ്, ആ വില്ലേജിലാണ്, ആ പഞ്ചായത്തിലാണ് ഈ 14 ബൂത്തുകളെടുത്ത് ഈ കള്ളവോട്ട് ബൂത്ത് പിടുത്തം നടത്തുന്നത്. അത് കള്ളവോട്ടിനുള്ള യുദ്ധം എൻ്റെ മരണത്തോടും ഞാൻ കൊണ്ടു നടക്കും. അതിന് വിജയം കിട്ടുന്ന യഥാർത്ഥ വോട്ടർ പട്ടിക, അത് ഈ ആധാർ കാർഡ് ഇപ്പോൾ പറ്റിയെന്ന് പറയുന്നുണ്ടല്ലോ, ആധാർ കാർഡ് ഒരു പരിധി വരെ കള്ളവോട്ട് തടയാനൊരു മാർഗമായിരുന്നു. പക്ഷേ അതിനെ നിരുത്സാഹപ്പെടുത്തി. കള്ളവോട്ടൊന്നല്ല, യഥാർത്ഥ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് യഥാർത്ഥ വോട്ടർ വോട്ട് ചെയ്യുന്ന ആ കാലം വരെ ഈ പോരാട്ടം തുടരും. അത് ഈ കേസ് വിധി തീർന്നാൽ ശരി, വിധി ഇനിയും തുടരും. ഒറ്റ സന്ദേശം മാത്രം, എൻ്റെ ജീവിതം തന്നെ ഞാൻ പറയാം, ഈ കള്ളവോട്ടിനെതിരെ പോരാടി എനിക്ക് എന്നാന്നറിയത്തില്ല, ഒരു കള്ളത്തരം ചെയ്യുന്ന ഒരു മനുഷ്യനെ വരിഞ്ഞിട്ട് മുറുകുന്ന ആൾക്കൂട്ട മർദ്ദനം എന്ന് പറയും പോലെ, അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾ കൂടി ഒരാളെ കൊല്ലുന്ന പോലെ ഉള്ള അത്തരത്തിലും ഭീകരതയാണ് ഈ കള്ളവോട്ടം എന്ന് പറയുന്നത്. ബൂത്ത് പിടുത്തവും കള്ളവോട്ടും നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇന്നിപ്പം രാഷ്ട്രീയ DBC ഓഫീസിൽ എന്നോട് പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷനാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം, അവിടെ ഞാൻ ഉത്തരവാദിത്തമില്ല, നിങ്ങൾ കേസ് വിചാരണ നേരിട്ടിട്ടു. വിചാരണ നേരിട്ടെന്നാൽ ഇവര് പറയുന്ന വിധി എന്നതായിരിക്കും നമുക്കൊന്നും പറയാൻ കഴിയില്ല. കോടതിയിൽ ഇരിക്കുന്ന ഫയലല്ലേ, നമ്മൾക്ക് അതിനെക്കുറിച്ച് ഞാൻ കമന്റ് പറയുന്നത് അവിവേകമായി പോകും. കള്ളവോട്ട് ചെയ്യുന്നവരെ പൂമാറിയിട്ട് സ്വീകരിക്കുന്ന സമൂഹമാണ് ഇത്തരം കള്ളവോട്ട് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഇദ്ദേഹം കരുതുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ടിനായുള്ള പോരാട്ടം ഇന്ത്യയുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന വെളിപ്പെടുത്തലാണെന്നും BJP നേതാവ് K. സുരേന്ദ്രൻ കള്ളവോട്ട് ആരോപണത്തിൽ തൂങ്ങി മരിക്കാൻ പറഞ്ഞ കമന്റ് തരംതാണ ആരോപണമാണെന്നും കൊട്ടുകപ്പള്ളി ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു. ഏരുവേശി ബൂത്തുകളിൽ നടന്നത് ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളായിരുന്നു എന്നും കള്ളവോട്ടിനോടുള്ള യുദ്ധം തൻ്റെ മരണം വരെ തുടരുമെന്നും ജോസഫ് കൊട്ടുകപ്പള്ളി പറയുമ്പോഴും യൂത്ത് കോൺഗ്രസും DYFIയും അടങ്ങുന്ന പുതുതലമുറ കള്ളവോട്ടിനെതിരെ പ്രതിരോധം തീർക്കണമെന്നും ഇദ്ദേഹം പറയുന്നു. കോടതി തളർന്നാലും ജോസഫ് കൊട്ടുകപ്പള്ളി 12 വർഷക്കാലമായി തുടരുന്ന ഈ പോരാട്ടം മരണം വരെ തുടർന്നുകൊണ്ടേ ഇരിക്കും. രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം, ഉയർത്തിയ ആരോപണങ്ങള് ഇന്ത്യയുടെ ഹൃദയത്തെ തൊട്ടുള്ള വെളിപ്പെടുത്തലാണ്. ഒരു സംശയം വേണ്ട. രാഹുൽ ഗാന്ധി ആ വ്യക്തി എടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കടപ്പാടുണ്ട്. അല്ലാണ്ട് നിങ്ങൾ അവിടെ 16 ചേർത്തു, നിങ്ങൾ ഇവിടെ 50 ചേർത്തു, നിങ്ങൾ അവിടെ 7 ചേർത്തു എന്ന് പറഞ്ഞു സുരേന്ദ്രൻ പറഞ്ഞ പോലെ അല്ല.